നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 10 വർഷം പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ് അധികാരത്തിൻ്റെ ചുക്കാൻ പിടിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആരായിരിക്കണം മുഖ്യമന്ത്രിയെന്നും ആരായിരിക്കണം മന്ത്രിമാരെന്നും ഒക്കെയുള്ള കാര്യങ്ങളിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള തർക്കങ്ങളെല്ലാം കേരളം കണ്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 നേതാക്കന്മാരാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ഏറ്റവും ഒടുവിൽ VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അതിനുശേഷം ഒരു ഭരണം കാഴ്ചവെക്കാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയ സർക്കാർ മെല്ലെ മെല്ലെ ചലിച്ചു തുടങ്ങിയിരിക്കുകയും ചെയ്യുന്നു. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് സർക്കാർ ഭരണത്തിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു പ്രശ്നം കോൺഗ്രസ് പാർട്ടിയിൽ ഉടലെടുക്കുകയാണ്. അതായത് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആക്രമണം കടുപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിഴിഞ്ഞം അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട വിദേശ നിക്ഷേപം, ആ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇതെല്ലാം LDF കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. LDFിൽ നിന്നും കനത്ത ആക്രമണം വരും ദിവസങ്ങളിൽ സർക്കാരിന് നേരിടേണ്ടി വരും. രാഷ്ട്രീയമായി LDF ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് രാഷ്ട്രീയമായി തന്നെ മറുപടി നൽകേണ്ടി വരും. അങ്ങനെ ഒരു മറുപടി ഒരുപക്ഷെ മന്ത്രിമാർക്ക് നൽകാൻ കഴിയില്ല. മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ ഒന്നും ഒരു പൊളിറ്റിക്കൽ മറുപടി അത് നൽകാൻ കഴിഞ്ഞുവെന്ന് വരില്ല. ഒരുപക്ഷെ നിയമസഭയിലൊക്കെ അതിന് കഴിഞ്ഞേക്കും. പക്ഷേ പൊതുസമൂഹത്തിൽ ഇറങ്ങി LDF പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിമാർക്കോ കഴിഞ്ഞുവെന്ന് വരില്ല. കാരണം അവരുടെ ഔദ്യോഗികമായ തിരക്കുകൾ വേറെയാണ്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ടത് KPCC നേതൃത്വമാണ്. എന്നാൽ ഇപ്പോൾ KPCC നേതൃത്വത്തിന് ഒരു അധ്യക്ഷൻ പോലുമില്ല എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സാങ്കേതികമായി സണ്ണി ജോസഫ് അധ്യക്ഷനാണ്. പക്ഷേ അധ്യക്ഷൻ എന്ന നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സണ്ണി ജോസഫിന് കഴിയുന്നില്ല. ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളുകൾ പാർട്ടിയിൽ ഉണ്ടാകുമെന്നും അതുകൊണ്ട് എൻ്റെ സ്ഥാനം മറ്റാർക്കെങ്കിലും നൽകണമെന്നും ഇപ്പോൾ പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. തൻ്റെ ചുമതല വൈദ്യുതി വകുപ്പിൻ്റെയാണ്. അതായത് വൈദ്യുതി വകുപ്പിൽ സങ്കീർണമായ പല പ്രശ്നങ്ങളുമുണ്ട്. വൈദ്യുതി വകുപ്പിൽ ചില പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തരണം ചെയ്യണമെങ്കിൽ വൈദ്യുതി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ തനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അങ്ങനെ താൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ KPCC അധ്യക്ഷൻ എന്ന ഒരു പദവി, ആ പദവിയിലിരുന്ന് ചെയ്യേണ്ട പണി അത് തനിക്ക് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് എത്രയും വേഗം ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. മറ്റൊരു KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കണമെന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇത്തരത്തിൽ കോൺഗ്രസിന് ഒരു മുഴുവൻ സമയ KPCC അധ്യക്ഷൻ വേണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ചിരുന്നു. മുല്ലപ്പള്ളിയുടെ ആ വാദത്തെ പിന്തുണച്ചുകൊണ്ട് K മുരളീധരനും രംഗത്തെത്തിയിരുന്നു. കാരണം പാർട്ടിയും സർക്കാരും കൂടുതൽ ഏകോപനത്തോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ്. മാത്രമല്ല CPM-ഉം LDF-ഉം എല്ലാം പാർട്ടിക്കെതിരായിട്ടുള്ള സർക്കാരിനെതിരായിട്ടുള്ള പ്രചരണം കടുപ്പിക്കുന്നുണ്ട്. ഇവർ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം അത്തരത്തിലുള്ള ചില ചർച്ചകൾ തുടങ്ങി വച്ചിട്ടുണ്ട്. സർക്കാരിനെതിരെ ആക്രമണം തുടങ്ങുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ KPCC അധ്യക്ഷൻ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് KPCC അധ്യക്ഷനെ എത്രയും വേഗം നിയോഗിക്കണമെന്നാണ് സണ്ണി ജോസഫും അതുപോലെ തന്നെ മറ്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും അതോടൊപ്പം K മുരളീധരനും ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആരാണ് അടുത്ത KPCC അധ്യക്ഷൻ എന്നതാണ് ചോദ്യം. നിരവധി ആളുകളുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് മുതൽ VS ശിവകുമാർ വരെയുള്ള ആളുകൾ KPCC അധ്യക്ഷ പദത്തിനായി ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ചരടുവലികൾ ഇനിയിപ്പോൾ തർക്കം കോൺഗ്രസ് ഹൈക്കമാൻഡിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഹൈക്കമാൻഡിൽ ഇപ്പോൾ അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞതോടുകൂടി രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇനി എന്നാണ് പാർട്ടിയിലേക്ക് തിരിച്ചു വരിക എന്നറിയില്ല. രാഹുൽ ഗാന്ധി തിരിച്ചു വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കൊടിക്കുന്നിൽ സുരേഷ് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ദീർഘകാലം MP ആയിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കൊടിക്കുന്നിൽ സുരേഷ് നേരിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെയും കൂടി പരിഗണിക്കണം എന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് വ്യക്തമായ അറിവുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ കഴിവും ദൗർബല്യവും എല്ലാം ഹൈക്കമാൻഡിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷനായി
കൊടിക്കുന്നിൽ സുരേഷ് വരണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ തീർച്ചയായും മറ്റ് പല നേതാക്കന്മാർക്കും അതൊരു നിരാശയായി മാറും. ബെന്നി ബെഹന്നാൻ KPCC അധ്യക്ഷന് വേണ്ടി എ ഗ്രൂപ്പിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ആൻ്റണിയും ഇത്തരത്തിലുള്ള ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സഭയുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്ന ഒരു അഭിപ്രായം ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ വെറുതെ കിട്ടുന്നെങ്കിൽ പോരട്ടെ എന്ന് പറഞ്ഞ് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു, ഒരു ചരടുവലി നടത്തുന്നുണ്ട്. പക്ഷേ ഷാഫി പറമ്പിലിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിനകത്തെ വലിയ വിഭാഗം നേതാക്കന്മാർക്ക് കഴിയില്ല എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതിന് പിന്നാലെ പിഷാരടി പോലും വിവാദത്തിലായി, തൊട്ടു പിന്നാലെ ഈ പറയുന്ന ഷാഫി പറമ്പിലും വിവാദത്തിലാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പാർട്ടി മുൻകൂട്ടി കാണുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും മാത്യു കുഴൽനാടൻ KPCC അധ്യക്ഷനാകണമെന്ന ചില ചരടുവലികൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം KC വേണുഗോപാലിൻ്റെ ആളാണ്. KC വേണുഗോപാലിന് മുഖ്യമന്ത്രി പദം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അധ്യക്ഷ പദവി മാത്യു കുഴൽനാടന് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. ജോസഫ് വാഴയ്ക്കനാണ്, അദ്ദേഹം രമേശ് ചെന്നിത്തല വിഭാഗത്തിലുള്ളയാണ്. രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല. അതുകൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനം വിട്ടണം എന്ന് രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം VS ശിവകുമാർ, ഇങ്ങനെ ഒട്ടനവധി ആളുകൾ, ഇവരെ എല്ലാം സർപ്രൈസ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ VS ശിവകുമാർ രംഗത്ത് വരുമോ എന്നും അറിയില്ല. കാരണം VS ശിവകുമാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു, അരുവിക്കരയിൽ തോറ്റു. അദ്ദേഹത്തിന് MP സ്ഥാനമോ MLA സ്ഥാനമോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി, പാർട്ടി പ്രസിഡന്റായി പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ VS ശിവകുമാർ ഈ നേരത്തെ പറഞ്ഞ നേതാക്കന്മാരിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ VS ശിവകുമാർ ഒരു സമവായ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. മുഖ്യമന്ത്രിയെ ചൊല്ലിയായിരുന്നു നേരത്തെ പ്രശ്നങ്ങളെങ്കിൽ ഇപ്പോഴിതാ KPCC അധ്യക്ഷൻ ആരാകുമെന്നുള്ളതിനെ ചൊല്ലിയിട്ടാണ് വടംവലി നടക്കുന്നത്. നേതൃതലത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്താനുള്ള നേതാക്കന്മാരുണ്ട്. മാത്രമല്ല ഒരു സമ്മർദ്ദവും ചെലുത്താതെ ജെന്യുവിനായി കയറി വരുന്ന നേതാക്കന്മാരും ഈ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ ആരെയായിരിക്കും ഹൈക്കമാൻഡ് പരിഗണിക്കുക? എന്നായിരിക്കും രാഹുൽ ഗാന്ധി തിരിച്ചു വരിക? അതോ രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്നതിന് മുമ്പ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിൻ്റെ നടപടികൾ, അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയുടെ റോൾ ഏറ്റെടുക്കുമോ? ഇതൊന്നും അറിയില്ല. അങ്ങനെയെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള നേതാക്കന്മാർ KPCC അധ്യക്ഷ പദത്തിലേക്ക് പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്.